ഹജ്ജ് വേളയിൽ 1301 തീർത്ഥാടകർ മരിച്ചു. സൗദി ആരോഗ്യ മന്ത്രാലയമാണ് കണക്ക് പുറത്തുവിട്ടത്. മരിച്ചവരിൽ 83% അനധികൃത തീർത്ഥാടകരെന്നാണ് വിവരങ്ങളുമായി സൗദിയിൽ നിന്ന് ചേരുന്നത് ജലീൽ കണ്ണമംഗലമാണ്. ജലീൽ, വരുന്ന റിപ്പോർട്ട് പ്രകാരം 1300-ലേറെ തീർത്ഥാടകരാണ് അവിടെ മരിച്ചിരിക്കുന്നത്. കൂടുതലും അനധികൃത തീർത്ഥാടകർ എന്നാണ് ഈ കണക്കുകൾ പറയുന്നത്. വിവരങ്ങൾ പ്രവിധ ക്രിസ്റ്റിന, സൗദി ആരോഗ്യ മന്ത്രാലയം ആദ്യമായാണ് ഇത്തവണത്തെ ഹജ്ജിന് മരിച്ചവരുടെ കണക്കുകൾ പുറത്തുവിടുന്നത്. സൗദി ആരോഗ്യമന്ത്രി ഫഹദുൽ ജലാജിൽ ആണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. 1301 തീർത്ഥാടകർ ഈ ഹജ്ജ് വേളയിൽ മരിച്ചു എന്നാണ് അദ്ദേഹം വെളിപ്പെടുത്തിയത്. സൂര്യാഘാതമേറ്റാണ് ഈ മരണം കൂടുതലും സംഭവിച്ചത്. അതായത് 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു മക്കയിലും മീനായിലും എല്ലാം ഇത്തവണ അനുഭവപ്പെട്ട താപനില. ഇതാണ് പ്രധാനമായും മരണത്തിന് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഈ മരിച്ച 1301 തീർത്ഥാടകരിൽ 83% അനധികൃത തീർത്ഥാടകരാണെന്നും അദ്ദേഹം പറഞ്ഞു. അതായത് മതിയായ ടെന്റ് സൗകര്യമോ താമസ സൗകര്യമോ യാത്രാ സൗകര്യമോ ഒന്നും ഇല്ലാത്ത തീർത്ഥാടകരായിരുന്നു മരിച്ചവരിൽ 83%. അതോടൊപ്പം തന്നെ പ്രായം കൂടുതലുള്ളവരും അതോടൊപ്പം നേരത്തെ രോഗികളുമായ തീർത്ഥാടകരാണ് മരിച്ചവരിൽ പലരും. ഈ മരിച്ച തീർത്ഥാടകരിൽ കൂടുതലും ഈജിപ്തിൽ നിന്നുള്ളവരാണ്. അതായത് അനധികൃതമായി ഹജ്ജ് നിർവഹിക്കുന്നത് തടയാൻ ശക്തമായ നടപടികളെല്ലാം സ്വീകരിച്ചിരുന്നുവെങ്കിലും നിരവധി 10,000-കണക്കിന് ആളുകൾ അനധികൃതമായി ഇത്തവണ ഹജ്ജ് നിർവഹിച്ചു. അതിൽ കൂടുതലും ഈജിപ്തുകാരായിരുന്നു എന്ന് ആണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഈജിപ്ത് സർക്കാർ തന്നെ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിച്ചിരുന്നു. സൗദിയുമായി ബന്ധപ്പെട്ട് ഇതേക്കുറിച്ച് അന്വേഷണം നടത്തുമെന്ന് പ്രഖ്യാപിച്ച ഈജിപ്ഷ്യൻ ആരോഗ്യ മന്ത്രാലയം 16 ഹജ്ജ് സർവീസ് ഏജൻസികളുടെ ലൈസൻസ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ തുനീഷ്യയിൽ നിന്നുള്ള തീർത്ഥാടകരുണ്ട്. തുനീഷ്യ അവരുടെ മതകാര്യ മന്ത്രിക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ സൗദി ആരോഗ്യ മന്ത്രാലയം പുറത്തുവിട്ട മറ്റൊരു കാര്യം, 13 ലക്ഷത്തിലേറെ പേർക്ക് ഇത്തവണ മെഡിക്കൽ സേവനം ലഭിച്ചു എന്ന് പറഞ്ഞു. അതും 1,41,000 പെർമിറ്റ് ഇല്ലാത്ത അനധികൃതമായ ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് ആരോഗ്യ സേവനം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പലരും മലയാളികൾ ഉൾപ്പെടെ പലരും ഇപ്പോഴും പല ആശുപത്രികളിലായി മക്കയിൽ ചികിത്സയിലുണ്ട്. മക്കയിൽ ഇത്തവണ മിനയിലും അറഫയിലും മുസ്ദലിഫയിലും ഒക്കെ ഈ ഹജ്ജ് വേളയിൽ 50 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് അനുഭവപ്പെട്ടത്. ഇത് മന്ത്രി പറഞ്ഞു. അതോടൊപ്പം തന്നെ മരിച്ച ബന്ധുക്കൾ ആരോഗ്യമന്ത്രി അനുശോചനം അറിയിക്കുകയും ചെയ്തിരുന്നു. ഈ കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കണം എന്ന് എല്ലാ തീർത്ഥാടകർക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. അതോടൊപ്പം തന്നെ എല്ലാ മുൻകരുതലുകളും അത്തരത്തിൽ ജാഗ്രതാ നിർദ്ദേശമൊക്കെ നൽകിയിരുന്നെങ്കിലും അനധികൃതമായി തീർത്ഥാടനം നടത്തിയവർ ഏറെയാണ്. 1301 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ജലീൽ കണ്ണമംഗലമാണ് സൗദിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.